നമ്മൾ ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ തന്നെ വാണിംഗ് അടിച്ചത് വണ്ടി ന്യൂട്രൽ ഇട്ടാൽ മാത്രമേ സ്റ്റാർട്ട് ആവത്തുള്ളായിരുന്നു. ഞാൻ ഗിയറിലിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയത്. ഗൈസ്, നമ്മളിത് മൂവാറ്റുപുഴയാണുള്ളത്. നമുക്ക് ഇന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു വമ്പം വണ്ടി എന്ന് വേണം പറയാം. നമ്മൾ അന്ന് റിവ്യൂ ചെയ്ത സമയത്ത് ഈ വണ്ടി നമ്മൾ ഇത്രയും ഒരു ഇത് പ്രതീക്ഷിച്ചില്ല. ഇപ്പോഴും എന്നാൽ നല്ല ഹുണ്ടാക്കി സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് നമുക്ക് ഇന്ന് കിട്ടിയത്. ഗൈസ്, അന്നത്തെ വീഡിയോയിൽ നമ്മൾ SUV എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കാരണം വണ്ടി ഇറങ്ങിയ സമയമാണ് എനിക്കും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ആ വണ്ടിയെക്കുറിച്ച് അറിയത്തില്ല. വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇത് മൈക്രോ SUV എന്നുള്ള ഒരു സെഗ്മെന്റിൽ പെടുന്ന വണ്ടി എന്നുള്ള കാര്യം മനസ്സിലായത്. ഈ വണ്ടി അന്ന് ഇറങ്ങിയ സമയത്ത് ഈ വണ്ടിക്ക് എതിരാളിയായിട്ട് ഇന്ന് ടാറ്റ പഞ്ച് ആയിരുന്നു ഒന്ന്, പിന്നെ നമുക്ക് ഇഗ്നിസ് ആയിരുന്നു, അതും മൈക്രോ SUV പെടുന്ന വണ്ടിയാണ്. മൈക്രോ SUV ആയിട്ട് അവൻ ഇന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഇത് ഹുണ്ടായുടെ 8ാമത്തെ SUV ആയിട്ടാണ് പുറത്തിറങ്ങുന്നത്. ഇപ്പോൾ ഈ മോഡലിന്റെ ബ്ലാക്ക് എഡിഷൻ എന്നൊക്കെ പറഞ്ഞ വണ്ടികൾ വേറെ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ വേരിയന്റുകൾക്കും 6 എയർ ബാഗ് വെച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനൊരു ബിസുക്കും ഹുണ്ടായി കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ ടയറിൽ വന്നിരിക്കുന്നത് അലോയ് പോലെ തോന്നിക്കുന്ന വീൽ കപ്പുകളാണ്. ഇത് സ്റ്റാൻഡേർഡ് ആയിട്ട് ഇപ്പോൾ എല്ലാ വണ്ടികളും കോമൺ ആയിട്ട് കാണുന്നു. വലിയ കട്ടിയൊന്നും ഇല്ലാത്ത ഒരു ഫൈബർ മെറ്റീരിയൽ പോലുള്ള ഒരു വീൽ കപ്പാണ് അത് വന്നിരിക്കുന്നത്. പിന്നെ ഈ വണ്ടിയുടെ ടയർ സൈസ് 15 ഇഞ്ചാണ് വരുന്നത്. നമ്മുടെ മൈക്രോ SUV വെച്ച് നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്ന ഈ വണ്ടിക്ക് മാത്രമാണ്. ഈ വണ്ടിക്ക് 3991 ലിറ്റർ ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. ഈ സെഗ്മെന്റിൽ നിൽക്കുന്ന വണ്ടിയിൽ ഏറ്റവും വലിയ ബൂട്ട് സ്പേസ് കിട്ടുന്ന വണ്ടി ഇത് തന്നെയാണ്. ഈ വണ്ടി വന്നിരിക്കുന്ന റൂഫ് റെയിലാണെങ്കിലും ബ്രിഡ്ജ് ടൈപ്പ് ആണ് വരുന്നത്. ഈ വണ്ടിയിൽ ആരും പ്രതീക്ഷിക്കാത്തത് കൊണ്ടുവച്ചിരിക്കുന്ന ഒരു സാധനം ഈ ഹുണ്ടായുടെ H എന്നുള്ളത്. സംഭവം നൈസാണ്, നൈസ് കൂൾ സാധനമാണ്. ആ ലൈറ്റ് ഒക്കെ കത്തുന്ന കാണാൻ ഭയങ്കര അടിപൊളിയാണ്. ഇനി നമുക്ക് നോക്കാനുള്ള രണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ AMT കുറിച്ചും എഞ്ചിന്റെ കാര്യമാണ്. ഇതിന്റെ എഞ്ചിൻ സൈഡിലേക്ക് വരുമ്പോൾ ഇതിൽ 1.2 ലിറ്ററിന്റെ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അതിന് CNG ഉണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ടാറ്റ പഞ്ച് എടുത്ത് നോക്കുമ്പോൾ ഇതിന്റെ എതിരാളിയായ ടാറ്റ പഞ്ച് നോക്കുമ്പോൾ അത് 3 സിലിണ്ടർ എഞ്ചിനാണ് അതിൽ വരുന്നത്. മറ്റുള്ള ബ്രാൻഡുകളുടെ ഓട്ടോമാറ്റിക് വണ്ടി വെച്ച് നോക്കുമ്പോൾ ഹുണ്ടായുടെ AMTക്ക് ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. നോർമലി ഉണ്ടാകുന്ന AMT ലാഗുകളെല്ലാം ഒഴിവാക്കാൻ ഈ വണ്ടി സാധിച്ചിട്ടുണ്ടെന്നുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഓടിക്കുമ്പോൾ ആ ഒരു AMTയുടെ ലാഗ് കാര്യങ്ങളൊന്നും തോന്നത്തില്ല. RPM കയറുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് തോന്നത്തില്ല. പേഴ്സണലി പറഞ്ഞാൽ എനിക്ക് ഈ വണ്ടി ഒത്തിരി ഇഷ്ടമാണ്. നല്ല അടുക്കും ചിട്ടയോടെ നീറ്റായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വണ്ടി എന്ന് വേണം. ബിഗിനേഴ്സിനൊക്കെ പറ്റിയ വണ്ടിയാണെന്നെല്ലാം നമ്മുടെ ഇതിനൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പോലും വണ്ടി അകത്തിരുന്ന് നമുക്ക് ഓടിക്കുമ്പോഴേ ആ ഒരു ഫീൽ കിട്ടത്തുള്ളൂ. ഫസ്റ്റ് എല്ലാവരും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കേണ്ടതാണ്. ഹുണ്ടായുടെ വണ്ടികളിൽ നമ്മുടെ കയ്യിൽ ഇണങ്ങിയിരിക്കുന്ന അത്രയും ഭയങ്കര നമുക്കൊരു ഫ്രീഡം കിട്ടുന്ന ഒരു വണ്ടി എന്ന് വെച്ചാൽ ഇതും ക്രെറ്റ മാത്രമാണ്. പിന്നെ ഈ വണ്ടി പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു പാല, ഇതൊരു ഹണി ക്രോം ആണ് വരുന്നത്. ഇത് ഭയങ്കര കട്ടി കുറഞ്ഞൊരു പാല. ജസ്റ്റ് നമ്മുടെ കൈവച്ചൊന്ന് ആഞ്ഞൊന്ന് പൂറിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ക്രാച്ച് ആവുന്ന ഒരു സെറ്റപ്പിലുള്ള സാധനമാണ്. നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടൊക്കെയാണ് ആ പാൽ അഴിച്ചെടുക്കുന്നത്. നമുക്കത് അഴിക്കാതിരിക്കാൻ പറ്റില്ല. നമുക്ക് സ്റ്റീരിയോ മാറുമ്പോൾ എന്തായാലും അഴിച്ചേ പറ്റും. അപ്പോൾ സലാം ഗൈസ്, നമ്മൾ ഇന്ന് ഈ വണ്ടി നമ്മുടെ കൈ കിട്ടിയതുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടി എടുത്തത്. ഇന്ന് നമുക്ക് അടുത്ത വണ്ടി എന്തായാലും നമ്മൾ തപ്പും.